ഹലോ ഡിയേഴ്സ്, അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഹണി കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പം ഇതിൻ്റെ ഒരു 2-3 വീഡിയോയ്ക്ക് മുന്നുള്ള വീഡിയോ ആയിരിക്കും. ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് സാധാരണ കിട്ടുന്നതിലും കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ ബേക്കിംഗ് ഒന്ന് വീഡിയോ ആക്കിയിട്ട് ഇടാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കും ഹണി കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത്. മിക്കവാറും എല്ലാ കേക്കിനും ഒരേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സെയിം ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പൗഡേർഡ് ഷുഗറും പിന്നെ ഒരു 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ബീറ്റ് ചെയ്തിട്ട് ഒന്ന് പാകമായിട്ട് വരുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. പിന്നെ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അതായത് ഹണി കേക്കിന് നമ്മൾ കുറച്ച് ഹണിയും കൂടിയും നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പം അപ്പോഴാണ് ഒരു ഹണിയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽക്കൊരു 2 to 3 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടത് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ പൊടി പാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റിട്ട് കുത്തിയിട്ട് പൊടികളൊക്കെ അടിഭാഗത്ത് എത്തിയെന്ന് കൺഫേം ആക്കിയിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാറ്ററിന് നമ്മൾ 7 ഇഞ്ച് മോളിലേക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. അപ്പം 1 kg കേക്കിന് ഞാനെപ്പോഴും 7 ഇഞ്ച് മോൾഡാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റിൽ നമുക്ക് സ്പഞ്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് മോളിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പരന്നിട്ട് കിട്ടും. ഞാനെപ്പോഴും ബേക്ക് ചെയ്തെടുക്കാറ് ഗ്യാസിലാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൽ മീഡിയം മോഡിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സ്പഞ്ച് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ മോൾഡ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമിലും നമ്മൾ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 to 3 സ്പൂണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആ ഫ്ലേവർ കിട്ടണവരെ നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും ഹണിയും തന്നെയാണ്. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുൻപൊക്കെ ഞാൻ ഹണി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഹണി മാത്രമാണ് കേട്ടോ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാറുള്ളൂ. അപ്പം ഈ അടുത്തായിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാൻ തുടങ്ങിയത്. രണ്ടും നല്ല കോമ്പിനേഷനുള്ള ഫില്ലിങ്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫില്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ടേസ്റ്റ് കൂടുമ്പോൾ അത് നമ്മുടെ കേക്കിനും കൂടി നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേക്കിനും കൂടും. അപ്പം അതിനുശേഷം ഞാനിതവിടെ ഫിനിഷിങ് ചെയ്യുകയാണ്. ഐസിങ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനിഷിങ്, അതാണ് എൻ്റെ രീതി കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യണവരൊന്നും ഡയറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യരുത്. ക്രംസൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് വരും. അപ്പം ക്രം കോട്ട് ചെയ്ത ശേഷം പിന്നെ ഫിനിഷിങ് ചെയ്യണം. എനിക്ക് പിന്നെ ചെയ്ത് ശീലമായപ്പോൾ ക്രം കോട്ടിങ് ചെയ്യണത് ഒരു ഇമ്പോർട്ടൻസ് അല്ലാണ്ടായിട്ട് മാറിക്കണം എൻ്റെ ഒരു ഫിനിഷിങ്ങിൽ. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ അടുത്തൊന്നും ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഡെക്കറേഷൻ വീഡിയോ അല്ലെങ്കിൽ ബേക്കിംഗ് വീഡിയോ, ഇല്ലാണ്ട് ഫിനിഷിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ. കേക്ക് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറേലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യണത്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡെക്കറേഷനാണ്. പൊതുവേ എനിക്ക് സിമ്പിൾ ഡെക്കറേഷൻസിനോടാണ് താല്പര്യം. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അടിഭാഗത്ത് കുറച്ച് റെഡ് കളർ ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ലവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാറുണ്ട് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡ് കളറാണ് ഇങ്ങനെ വരുത്തേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബോർഡർ വരച്ച ശേഷം പിന്നെ നമ്മൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ റെഡ് കളർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണേണ്ടത് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷനാണ്. അപ്പം ഈ ഡെക്കറേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. ഇത്രയുള്ള ഡെക്കറേഷൻ സിമ്പിളാണ്. പിന്നെ അടിഭാഗത്ത് ലവ് യു എന്ന് മാത്രമേ ഇതാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കണ്ടുകൂട്ടാം. ടാറ്റാ.